ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിപ്പോൾ പെരുമ്പളത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പെരുമ്പളത്തിലേക്ക് പോകുന്ന കാഴ്ചകളും, അതായത് പൂത്തോട്ടയിൽ നിന്ന് പെരുമ്പളം വരെയുള്ള ബോട്ട് യാത്രയിലെ കാഴ്ചകളും, തിരിച്ച് പെരുമ്പളം ഇറപ്പുഴയിൽ നിന്ന് സൗത്ത് പറവൂരിൽ നിന്ന് എൻ്റെ നാട്ടിലേക്കുള്ള യാത്രയായിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, അകലെ നിന്ന് ബോട്ട് വന്നുണ്ട്. അവിടെ പാണാവള്ളിയിൽ നിന്നുള്ള ബോട്ട് അവിടെ പെരുമ്പളം ദ്വീപിലെ മുക്കം ബോട്ട് ജെട്ടിയിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് മുക്കം ബോട്ട് ജെട്ടിയാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ബോട്ട് അവിടെ നിന്ന് പെരുമ്പളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിട്ടും, അതേപോലെ തന്നെ പാണാവള്ളിയിൽ നിന്ന് പെരുമ്പളം വഴി പൂത്തോട്ടയിലേക്ക് വരുന്ന ബോട്ടാണ് പുറകിൽ കാണുന്നത്. അതിനിപ്പോൾ വാത്തേകാട് പോയിട്ട് ഇങ്ങോട്ടേക്ക് വരുവാണ്. അപ്പം നമുക്ക് പോകാനുള്ളത് പെരുമ്പളം വാത്തേകാടെന്ന് പറയുന്ന ബോട്ട് ജെട്ടിയിലാണ് ഞാൻ പോയി ഇറങ്ങുന്നത്. അപ്പോൾ ബോട്ട് വന്നത് കാണാൻ നമുക്ക്. നമുക്ക് നോക്കാം, ബോട്ട് നമ്മുടെ ബോട്ട് ജെട്ടിയോട് അടുത്തിട്ടുണ്ട്. ഇവിടെ അധികം ആൾക്കാരില്ല പോകാനായിട്ട്. ഈ ബോട്ടെന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഫെറിയാണ്. ഇത് പെരുമ്പളം പിന്നെ പെരുമ്പളം പൂത്തോട്ടം ഓടുന്ന വണ്ടിയാണ്, ബോട്ടാണിത്. പൂത്തോട്ട വാത്യകാടെന്ന് പറയുന്ന ബോർഡെല്ലാം അധികം വെച്ചിട്ടുണ്ട്. പെരുമ്പളത്തിൽ നിന്ന് അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ് നമുക്ക് കയറാം. നമ്മൾ ബോട്ടിൽ കയറിക്കഴിഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് പൂത്തോട്ടപ്പാലം കാണാം. ഈ പൂത്തോട്ടപ്പാലത്തിനൊരു പ്രത്യേകതയുണ്ട്. 3 ജില്ലകൾ, അതായത് കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഈ 3 ജില്ലകൾ കാണാൻ പറ്റുന്നൊരു പാലമാണ് ഈ പൂത്തോട്ടപ്പാലം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബോട്ടിൻ്റെ അകത്ത് കാണാം. ആകെ കുറച്ച് പേരേ ഉള്ളൂ, അത്രയും പേരൊക്കെ ഉള്ളൂ ബോട്ടിൽ. ഇന്നിപ്പോൾ പൂത്തോട്ടയിൽ നിന്ന് പോകാനായിട്ട് അത്രയും പേരേ ഉള്ളൂ. ഞാൻ കാണുന്നത് കോട്ടയം ജില്ലയുടെ ഭാഗങ്ങളാണ്. നമ്മൾ ബോട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ പൂത്തോട്ട പാലത്തിൻ്റെ അടിയിൽ കൂടി വളച്ച് വേണം നമുക്ക് ബോട്ട് എടുത്തുകൊണ്ട് പോകാനായിട്ട്. നേരത്തെ ബോട്ട് അവിടെ തന്നെ ഇട്ട് വളയ്ക്കുകയായിരുന്നു ചെയ്ത് വെച്ചാൽ. ഇതിപ്പോൾ അതായത് കുറച്ച് നാൾ മുമ്പ് പോകുമ്പോഴൊക്കെ ബോട്ട് അവിടെ തന്നെ ജെട്ടിയുടെ അവിടെ തന്നെ ഇട്ട് വളച്ച് റിവേഴ്സ് എടുത്തും വളച്ചുമൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടാണ് വളക്കുന്നത്. ഇതാണ് നമ്മുടെ പൂത്തോട്ടപ്പാലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. ആ കാണുന്നത് എറണാകുളം, ഇപ്പുറത്ത് കോട്ടയം ജില്ല. എറണാകുളം കോട്ടയം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പൂത്തോട്ടപ്പാലം എന്ന് പറയുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്നത് ഒരു ഫൈബർ വെള്ളം കിടക്കുന്നതാണ്. അവിടെ ആയിരുന്നു പണ്ടത്തെ ജെട്ടി. പണ്ട് അതായിരുന്നു ബോട്ട് ജെട്ടിയായിട്ടുണ്ടാകും. ഈ പാലത്തിൻ്റെ അപ്പുറം കാണുന്നതാണ് പുതിയ ജെട്ടി. നമുക്ക് പാലത്തിൻ്റെ അടിയിൽ കൂടി പോവുകയാണ്. വളച്ചെടുത്ത് പോകുമ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പൂത്തോട്ട പുതിയ ജെട്ടി എന്ന് പറയുന്നത്. അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അവർ പാണാവള്ളി ബോട്ട് നോക്കിയിരിക്കുന്നവരാണ്. അവർക്ക് ഇതിൽ കയറി പോയി കഴിഞ്ഞാൽ പെരുമ്പളം മാത്രമേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ പാണാവള്ളി പോകേണ്ടവർ അവിടെ തന്നെ ഇരിക്കുക. ഇവിടെ കുറേ റിസോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വള്ളങ്ങളും ഇതൊക്കെ കേട്ടു. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് അവിടെ ഇതെല്ലാം കേട്ടിട്ടേക്കുന്നത്. അതുകൊണ്ട് ഒരു തിരക്കും ഒന്നും കാണുന്നില്ല. നമുക്ക് നോക്കാം, മീൻ കൃഷിയൊക്കെ ഉള്ളൊരു സ്ഥലമാണിത്. എല്ലായിടത്തും മീൻ കൃഷിയുടെ ഓരോ ഇതും വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ജങ്കാർ ജെട്ടി കാണാം. നമുക്ക് ഇവിടെ നിന്ന് പൂത്തോട്ടയിൽ നിന്ന് പെരുമ്പളം വരെ ജങ്കാർ ഓടുന്നുണ്ട്.
ആ ജങ്കാർ ജെട്ടിയാണ് ആ കാണുന്നത്. അവിടെ ഒരു കാറൊക്കെ കിടക്കുന്ന കാണാം. അതുപോലെ തന്നെ നമുക്ക് എറണാകുളം സിറ്റിയുടെ പല ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. എറണാകുളത്തിൻ്റെ ഭാഗങ്ങളാണ് ആ ഗ്യാപ്പിൽ കൂടി കാണുന്നത്. ഇവിടെ ഒരു ദ്വീപാണ്, വേമ്പനാട്ട് കായലിലുള്ളൊരു ദ്വീപ് ആണ്. ഇത് പ്രൈവറ്റ് ദ്വീപാ മറ്റോ ആണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് അവിടെ ഒരാൾ കൊട്ടവള്ളത്തിൽ മീൻ പിടിക്കാനിരിക്കുന്നതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങും തോപ്പുകളും മറ്റുമൊക്കെയുള്ള ഒരു പ്രൈവറ്റ് ദ്വീപാണത്. ഒക്കെ നമുക്ക് ടിക്കറ്റ് തന്നിട്ടുണ്ട്. 6 രൂപയാണ്. പൂത്തോട്ടയിൽ നിന്ന് വാത്തേക്കാടേക്ക് 6 രൂപയാണ് ചാർജ്. മിനിമം ചാർജ് 6 രൂപയാണ് ഈ റൂട്ടിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആ ടിക്കറ്റ്. പാണാവള്ളി എന്നാണ് ഹോട്ടലിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. ഫുൾ ടിക്കറ്റാണ്, 1 6. കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ ഒരു പ്രൈവറ്റ് ദ്വീപെന്ന്. അത് അത്യാവശ്യം വലിയൊരു ദ്വീപ് തന്നെയാണ്, വലിയൊരു ഐലൻഡ് തന്നെയാണ്. അതിനകത്ത് മറ്റേ കമ്പിവേലി എല്ലാം കെട്ടി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പോകേണ്ട വാത്തേക്കാട് ജെട്ടിയാണ് ആ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ജങ്കാർ ഓടുന്നത്. ആ ജങ്കാറാണ് അവിടെ കിടക്കുന്നത്. ഒന്നും ഓടുന്നില്ലെന്ന് തോന്നുന്നു. ആ കാണുന്നതാണ് വാത്തേക്കാട് ജെട്ടി. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് അങ്ങ് അകലെയായിട്ട് ഇറപ്പുഴ ജെട്ടിയും കാണാം. പക്ഷേ നമുക്ക് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇറപ്പുഴ ജെട്ടി. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ശാസ്താംകൽ എന്ന് പറയുന്ന ജെട്ടിയിലേക്കാണ്. ആ ശാസ്താംകൽ ഒരു അമ്പലത്തിൻ്റെ അവിടെയുള്ളൊരു ജെട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി വേറൊരു ജെട്ടിയിലും കൂടി വന്നിട്ടാണ് നമ്മൾ വാത്തേക്കാടേക്ക് പോകുന്നത്. വേമ്പനാട്ട് സാധാരണ ടൂറിസ്റ്റ് വള്ളങ്ങളൊക്കെ കാണേണ്ടതാണ് സീസൺ ആയിരുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഇപ്പോൾ ഈ ബോട്ട് മാത്രമേ ഉള്ളൂ. ആ കാണുന്ന ജെട്ടിയാണ് ശാസ്താംകൽ എന്ന് പറയുന്നത്. ശാസ്താംകൽ അമ്പലത്തിൻ്റെ അവിടെയുള്ള ജെട്ടിയാണ്. അതുകൊണ്ടാണ് ഈ അമ്പലത്തിൻ്റെ ഇത് തന്നെയാണ് ഈ ജെട്ടി അറിയുന്നത്. ശാസ്താംകൽ ജെട്ടി എന്നാണ് അറിയുന്നത്. അങ്ങനെ ശാസ്താംകൽ ജെട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അവിടെയും കുറച്ച് പേരൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജങ്കാർ. അപ്പോൾ നമ്മളിപ്പോൾ വാത്തേക്കാട് ജെട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് വാത്തേക്കാട് ജങ്കാർ ജെട്ടിയുടെ സംഭവം. ഇവിടെ നിന്നാണ് ജങ്കാറുകൾ കയറി. ഇതാണ് നമ്മൾ പറഞ്ഞ മെയിനായിട്ടുള്ള ബോട്ട് ജെട്ടിയാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ബോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്ന ബോട്ട്. ഇപ്പോൾ ഇവർ ചായ കുടിക്കാനും മറ്റുമൊക്കെ പോയേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ ജങ്കാർ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയാണ് ഇറപ്പുഴ ബോട്ട് ജെട്ടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി. നമ്മൾ ബോട്ട് പോയി. ഇപ്പോൾ ഇത് 10:40 ബോട്ടാണ്. രാവിലെ 10:40 ബോട്ടാണ്. അത് പോയി. ഇനിയിപ്പോൾ 11:30 ബോട്ടുള്ളതെന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ 11 വരെ ഇവിടെ ഇരിക്കണം ഈ ബോട്ട് ജെട്ടിൽ. ഏകദേശം 3/4 മണിക്കൂറോളം, 3/4 മണിക്കൂറിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 50 മിനിറ്റ് അങ്ങനെയാണ്ട് ഇവിടെ തന്നെ ഇരിക്കണം. അതായത് നമുക്ക് നോക്കാം പറവൂരേക്ക് പോവുകയാണ്. മീൻ പിടുത്തക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ പറവൂരേക്ക് പോകുന്ന കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട്, അതായത് പൂത്തോട്ടയിൽ നിന്ന് പെരുമ്പളം വാത്തേക്കാടിലേക്ക് വന്നത് പൂത്തോട്ടയിൽ നിന്ന് 9:55 എടുക്കുന്ന ഫെറിയിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് വന്ന് കുറച്ച് സമയം, ഒരു 55, ഒരു 20, 10:20 ആയപ്പോൾ ഞാൻ വാത്തേക്കാടെത്തി. ഓക്കെ. അപ്പോൾ അത്രയും സമയമുള്ളൂ, കുറച്ച് സമയമുള്ളൂ ഈ ഒരു യാത്ര. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ബോട്ട് പറവൂർ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 10:40 ബോട്ട് പിടിക്കാനായിരുന്നു ഇരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയത് കൊണ്ടാണ് ഇത് പറ്റിയത്. ഇനിയിപ്പോൾ അടുത്ത ബോട്ട് വരുമ്പോൾ അതിൽ കയറിപ്പോവാം. ഇവിടെ കണ്ടോ മീൻ പിടിക്കുന്നു എല്ലാം നടക്കുന്നുണ്ട്.
മീൻ പിടിച്ചുകൊണ്ട് വന്നവർ മീൻ വിറ്റുകൊണ്ടിരിക്കുകയാണ് അവിടെ. അങ്ങനെ 11:15 നമുക്ക് പോവേണ്ട ബോട്ട് അവിടെ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറവൂരിൽ നിന്ന് നമുക്കിപ്പോൾ നിൽക്കുന്ന എറപ്പുഴ ബോട്ട് ജെട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വശത്ത് ശരിക്കും പറഞ്ഞാൽ പെരുമ്പളത്തിൻ്റേതായിട്ടുള്ള 2 ബോട്ട് ജെട്ടിയാണുള്ളത്. ഒന്ന് എറപ്പുഴ, പിന്നെ അപ്പുറത്തെ വേറൊന്നും കൂടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ബോട്ട് പാണാവള്ളിക്കാണ് പോകുന്നത്. പക്ഷേ ഇതിപ്പോൾ പാണാവള്ളി പോകുന്നില്ല, മറ്റേ ബോട്ട് ജെട്ടിയിലേക്കും പോകാണ്ട് എറപ്പുഴ പറവൂർ മാത്രമാണ് ഇപ്പോൾ സർവീസ് നടക്കുന്നത്. കുറച്ച് മുമ്പ്, അതായത് ഈ ബോട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 10:40 അത് വന്നത് മറ്റേ പാണാവള്ളിയിൽ നിന്നായിരുന്നു. അത് വന്നത് പാണാവള്ളിയിൽ നിന്നായിരുന്നു അതോ അപ്പുറത്തെ ബോട്ട് ജെട്ടിയിൽ നിന്നാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും ഇവിടെ നിന്നല്ലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, മറ്റേ അടുത്തുനിന്ന് വന്ന് ഇവിടെ നിന്ന് പോവുകയായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇത് വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ അടുത്തുള്ള കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അങ്ങനെ ബോട്ട് ജെട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ ബോട്ട് ഇവിടെ വന്ന് അടുത്തിട്ടുണ്ട്. 11:15 ആണ് വന്നേക്കുന്നത്, അടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതെ അവർ കെട്ടി ഇതാക്കുന്നുണ്ട്. ഇപ്പം കയറാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ ചോദിച്ചത് പറഞ്ഞത്. അതായത് പോകുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പൊക്കെയാണ് എല്ലാവരും കയറുന്നതെന്നാണ് പറയുന്നത്. ബോട്ട് ക്ലീൻ ചെയ്യണം, അതായത് മണ്ണും ഇതൊക്കെ തൂത്ത് കളഞ്ഞിട്ട് ഇനി കയറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ബോട്ട് പഴയ ബോട്ടാണ്, ചെറിയ ബോട്ടുമാണ്. മറ്റേ ബോട്ട് പോലെ വലുതല്ല, ചെറിയ ബോട്ടാണ്. ആൾക്കാർ അത് 100 പേർക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഇത് 50 കാണുള്ളൂ. ഇതൊരു ചെറിയ ബോട്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് പോകാറായിട്ടുണ്ട്. പോകുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ല മഴക്കാറ് കാണാൻ പറ്റും. അപ്പം പോകുന്നതിനിടയ്ക്ക് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് അറിയുന്നത്, തോന്നുന്നത്. മഹാവെള്ളമൊക്കെ തോന്നുന്നത്. നമ്മൾ വഞ്ചി നമ്മുടെ ബോട്ട് എടുത്തിട്ടുണ്ട്. ബോട്ട് നീങ്ങി തുടങ്ങി. നമുക്ക് വേമ്പനാട്ടുകാരൻ്റെ കാഴ്ചകളെല്ലാം കാണാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്ന് എറപ്പുഴ ടു സൗത്ത് പറവൂർ 6 രൂപയാണ്. നമുക്ക് വാത്തേക്കാടേക്ക് പോകുന്ന അതേ ഇത് തന്നെ, അതേ ഫെയർ തന്നെയാണ് വരുന്നത്. നമുക്ക് ആ വേമ്പനാട്ടുകായൽ ദ്വീപ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, മഴ പെയ്യുന്നുണ്ട്. വെള്ളത്തിൽ മഴ തുള്ളികൾ വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അത് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികൾ വെച്ചേക്കുന്നത് വഴി തിരിച്ചറിയാനും മറ്റുമൊക്കെ വേണ്ടിയിട്ടാണ്. ആ ബോട്ടുകൾ അപകടത്തിൽപ്പെടാണ്ട് കൃത്യമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടികളൊക്കെ വെച്ചത്. അങ്ങനെന്താ നമ്മൾ പറവൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. നമ്മൾ എറണാകുളം ജില്ലയിലെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറവൂർ ആ ഒരു ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മൾ പറവൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് പറവൂർ വന്നെത്തി. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. ഒരു ബോട്ട് യാത്രയാണ്. നമുക്ക് മഴയുണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അവർ ചോറ് കഴിച്ചിട്ട്
ഈ ബോട്ടിന് തിരിച്ചു പോവുകയുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാമെന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.